കുട്ടികളുടെ ടാബ് അൺലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ചാനലിൽ 1-2 വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പക്ഷേ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് അൺലോക്ക് ചെയ്ത ചില ആളുകൾക്കൊക്കെ ചെറിയൊരു പണി കിട്ടി. കാരണം എന്താ വെച്ചാൽ പുതിയ മോഡൽ ടാബ് നിങ്ങൾ ഇതുപോലെ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഴയ ഇമെയിൽ ഐഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികളെ ടാബ് ആയതുകൊണ്ട് നമുക്ക് ഇമെയിൽ ഐഡിയും പാസ്വേഡൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. കാരണം പ്ലേ സ്റ്റോർ ഓൺ ആക്കാൻ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും ഒക്കെ അടിച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അങ്ങനെ മറന്നുപോയ ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഹലോ സുഹൃത്തുക്കളെ, ഞാനിവിടെ ഈ ഒരു ടാബ് ഞാൻ നേരത്തെ കാണിച്ച മെത്തേഡിൽ ഫോർമാറ്റ് ചെയ്തതാണ്. പക്ഷേ ഫോർമാറ്റ് ചെയ്തതിന് ശേഷം എനിക്കിത് ഓണാക്കാൻ പറ്റിയിട്ടില്ല. അതിന് കാരണം എന്താ വെച്ചാൽ ഇതിലുണ്ടായിരുന്ന ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു. ആ ഇമെയിൽ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഞാനല്ല, ഇത് എനിക്ക് കൊണ്ടുവന്ന ആളെ മറന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഇമെയിലും പാസ്വേഡും അയാൾ മറന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അയാൾക്കൊന്നും ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടില്ല. തൽക്കാലം ഞാനിത് വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ഒന്ന് മുന്നോട്ട് പോയി നോക്കട്ടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇത് വൈഫൈയിൽ കണക്ട് ചെയ്തു. സാധാരണ നമ്മളെ എല്ലാ ടാബും ഫോർമാറ്റ് ചെയ്തതിന് ശേഷം ഓണാക്കുന്ന ഒരു മെത്തേഡ്. ഇപ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്താ വെച്ചാൽ ആദ്യത്തെ പിൻ നമ്പർ തന്നെയാണ് ചോദിക്കുന്നത്. ആദ്യത്തെ പിൻ നമ്പർ ഓൾറെഡി മറന്നു പോയതുകൊണ്ടാണല്ലോ നമ്മൾ ഫോർമാറ്റ് ചെയ്ത്. പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് യൂസ് മൈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണുള്ളത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാണ്. സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ ഇമെയിൽ ഐ ഡി പഴയതൊന്നും അടിക്കാൻ പറ്റില്ല. ഇതിൽ പഴയത് ഏതാണോ ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ ഇമെയിൽ ഐ ഡി പുതിയ ഇമെയിൽ ഐ ഡി ഒന്നും അടിക്കാൻ പറ്റില്ല. ഇതിൽ പഴയത് ഏതാണോ ആഡ് ആയത് അതാണ് ഇവിടെ അടിക്കാൻ പറ്റുള്ളൂ. അതിൽ കാണിക്കുന്നുണ്ട്. വേറെ ഓപ്ഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാനോ മറ്റുള്ള ഓപ്ഷനുകളോ അല്ലെങ്കിൽ സ്കിപ്പുള്ള ഓപ്ഷനോ ഒന്നും ഇതിൽ കാണുന്നില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാലൊന്നും ഒരു ഓപ്ഷനും കാണുന്നില്ല. ഇനി നമുക്ക് ഇത് എങ്ങനെ ബൈപ്പാസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ ട്രിക്കിലൂടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ബാക്കോട്ട് തന്നെ പോവാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റണം വേണ്ടി. ലാംഗ്വേജ് നമ്മൾ ഏറ്റവും താഴേക്ക് പോയിട്ട് ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ലാംഗ്വേജ്. ഇത് ഏതാണ് ലാംഗ്വേജ് എന്ന് എനിക്കറിയില്ല. കണ്ടോ ഏകദേശം ഒരു മലയാളത്തിലെ ജാനകമായിട്ടുണ്ട്, കറക്റ്റ് അറിയില്ല. ഇതാ ഈ ഒരു കാണുന്നത്. ഇതിന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. വേണ്ടോ ഈ ഒരു ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ മഞ്ഞ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ താ ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ ചെയ്താൽ മതി. ഇത് ഈ ഭാഷയും എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഒരു ചെയ്യണ രീതി അതേമാതിരി തന്നെ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയൊരു സൊല്യൂഷനാണിത്. ഇത് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ FRP ബൈപ്പാസ് ചെയ്യാം. ഇതും പഴയ നേരത്തെ വന്നിന് അതേ ഓപ്ഷൻ തന്നെയാണ്. നമ്മളിതുപോലെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റും. എന്താ സംഭവിച്ചു എന്നുള്ളത് ഒരു ചെറിയൊരു മാറ്റം ഇവിടെ വരും. നോക്കാം. ഇപ്പോൾ വേണ്ട കീബോർഡിൽ പുതിയതായിട്ടൊരു ഐക്കൺ വന്നിട്ട് ഒരു ഭൂമിൻ്റെ ഒരു ഐക്കൺ വന്നിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യുക ഒന്നുകൂടി ഇതുപോലെ ഒന്ന് നെക്കി പിടിക്കുക. ഇതുപോലെ നെക്കി പിടിച്ചിട്ട് ഏറ്റവും അവസാനം ഏറ്റവും താഴെയായിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. താഴെയായിട്ടുള്ള ഭാഗത്ത് ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ടാമത്തത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എബൌട്ട് സ്വിച്ച് ടു ആക്സസ് ടു എന്താ പറയുക അബൌട്ട് സ്വിച്ച് ആക്സസ് ഫോർ ആൻഡ്രോയിഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മേലെ ഒരു ഷെയർ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഗൂഗിൾ ഗോ എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഒരു അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് ഇത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മളിവിടെ ഇംഗ്ലീഷ് ആക്കി കൊടുത്തിട്ട് ഇവിടെ ഖാദർ വെള്ളേരി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ടൈപ്പ് ചെയ്താൽ എൻ്റെ ഒരു വെബ്സൈറ്റ് കിട്ടും. അതിൽ നിന്നാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇതിൽ രണ്ടാമത്തെ വെബ്സൈറ്റ്, അതായത് ഖാദർ FRP ഫയൽസ് ഡൗൺലോഡ് ടെക് സൊല്യൂഷൻ ആണ്. ഈ ഒരു വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക.
ഇത് നമുക്ക് ബ്രൗസറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ബ്രൗസറിലേക്ക് മാറ്റാനുള്ളത് ഇതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നോ താങ്ക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ക്രോം വഴി ഇപ്പോൾ ഓൺ ആവുന്നത് കാണാം. നമ്മൾ കുറച്ച് താഴോട്ട് ഇറങ്ങി വരിക. ഇതിൽ നമുക്ക് 2 ഫയലുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിറർ ലിങ്ക് എന്നുള്ള ഈ ആൻഡ്രോയിഡ് 8 മിറർ, കാരണം ഇത് ആൻഡ്രോയിഡ് 8 ആയതുകൊണ്ടാണ് നമ്മൾ ഈ ആൻഡ്രോയിഡ് 8 ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങളത് ആൻഡ്രോയിഡ് 6 ആണെങ്കിൽ ആൻഡ്രോയിഡ് 6 ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ വെർഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ വെർഷൻ ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻ എന്താ വെച്ചാൽ, ഇവിടെ ഒരു കുറച്ച് താഴേക്കാണ് വന്നു കഴിഞ്ഞാൽ ലോഞ്ചർ APK എന്നുണ്ടാവും. ലോഞ്ചർ APKയിൽ മിറർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വെർഷൻ അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നേരിട്ട് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും മതി. പക്ഷേ അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ മിറർ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മറ്റൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്ത് ആളുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നേരിട്ട് ഡൗൺലോഡ് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ നിന്ന് ഈ ലിങ്ക് ബാക്കപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ സൈഡിലായിട്ട് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അല്പനേരം വെയിറ്റ് ചെയ്യുക. അല്പനേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് ഓപ്പൺ എന്നുള്ളൊരു ചിഹ്നം വരും. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. കാരണം ഡൗൺലോഡ് ചെയ്യുന്ന സമയം നമ്മളെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചാണ് ഡൗൺലോഡിങ് സമയം വരിക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് ഓണാക്കി കൊടുക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ടാബിൻ്റെ കമ്പനിക്ക് അനുസരിച്ച്, നിങ്ങളുടെ ആൻഡ്രോയിഡിൻ്റെ വേർഷൻ അനുസരിച്ചൊക്കെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പെക്സ് ലോഞ്ചർ ഡൗൺലോഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൻ്റെ സെറ്റിങ്സിലേക്ക് പോയിട്ട് നമുക്ക് വേർഷൻ കണ്ടെത്താൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ടാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ ഫോൺ ടാബ് ഓഫാക്കി ഓണാക്കരുത്. ഓഫാക്കി ഓണാക്കിയാൽ നമ്മൾ വീണ്ടും ഈ പണികളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ബൈപ്പാസ് ചെയ്യുന്ന ഒരു രീതിയും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ സെറ്റിങ്സിലേക്ക് തന്നെ പോവുക. ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി പറഞ്ഞാൽ ഇതിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കട്ടെ, ഏറ്റവും താഴെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഓക്കെ, ഈ ജീബോർഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് കണ്ടെത്തിയിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യ സെലക്ട് ചെയ്യുക. ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് മേലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടാബ് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറി. ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് രണ്ട് ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം തന്നെ വീണ്ടും ഓണാക്കുക. നമ്മൾ നേരത്തെ എടുത്തതിന് അതേ വെബ്സൈറ്റ് തന്നെ വീണ്ടും ഓപ്പൺ ആയി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ഞാനിത് അതിൻ്റെ മുമ്പ് എൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ കാണിച്ചു തരാം എങ്ങനെ നോക്കലെന്നുള്ളത്. നിങ്ങളതേമാതിരി നോക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം സിസ്റ്റത്തിൽ പോവുക. സിസ്റ്റത്തിൽ പോയിട്ട് എബൌട്ട് ഡിവൈസ് എടുക്കുക. എബൌട്ട് ഡിവൈസിലുണ്ടാവും ഇത് ആൻഡ്രോയിഡ് 8.1 ആണ്. അതുപോലെ നിങ്ങളതിൻ്റെ ഏതാച്ചെങ്കിലും ആ ഒരു വെർഷൻ നമ്മൾ നോക്കി വെക്കുക. നോക്കി വെച്ചതിന് ശേഷം നമ്മൾ ക്രോമിനെ ഓണാക്കുക. ക്രോം ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി അതേ വെബ്സൈറ്റ് നമുക്ക് വീണ്ടും ഓണാക്കി കിട്ടും. ഇതിൽ നമ്മൾ ഇവിടെ ആൻഡ്രോയിഡ് 8 മിറർ ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യ വെർഷൻ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെയുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ വെബ്സൈറ്റ് ഇപ്പോൾ ഓണാകുന്നില്ല. നമുക്ക് തൽക്കാലം ഒരു നേരത്തെ നമ്മൾ പോയി വെബ്സൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോഞ്ചർ APKൻ്റെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അല്പനേരം വെയിറ്റ് ചെയ്യാം. ഇതിൽ നേരത്തെ ഞാൻ കാണിച്ചെന്ന പോലെ ആൻഡ്രോയിഡ് 8 എന്നുള്ളതിൻ്റെ ലിങ്ക് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് 8 ആണെങ്കിലും 9 ആണെങ്കിലും നമുക്ക് ഈ ഒരു ഫയൽ മാത്രം മതി. ഇത് ഡൗൺലോഡിങ് ആകുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ FRP ബൈപ്പാസ് എന്നുള്ളതിൻ്റെ നേരെയുള്ള ലിങ്ക് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആഡാണ് ഇതവിടെ.
ഇനി നമ്മളിവിടെ ബാക്കിൽ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. 2 ഫയലും ഡൗൺലോഡ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഡൗൺലോഡ് ആയതിനു ശേഷം 2 ഫയലും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ആൻഡ്രോയിഡ് 8 എന്നാണ് ഉള്ള ഫയലാണ് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആദ്യം ഡൗൺലോഡ് ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒന്ന് ഡൗൺലോഡ് ആയിട്ടുണ്ട്, നമ്മൾ ഓൺ ആക്കേണ്ടതില്ല. കാരണം ആദ്യം മറ്റേ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമാണ് ഈ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏതൊരു മെത്തേഡ് സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ പരിശോധിച്ചാൽ മതി. മലയാളത്തിലല്ലാത്ത അനവധി വീഡിയോകൾ ഇതിനെ പറ്റിയുള്ള വീഡിയോകളുണ്ട്. വൈഫൈ കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് ഡൗൺലോഡിങ്ങിന്. കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളവിടെ ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞ് നമ്മൾ ആൻഡ്രോയിഡ് 8 എന്നുള്ള ഫയൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക, ഓപ്പൺ കൊടുക്കരുത്. അതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള FRP ബൈപ്പാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ എന്ന് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. അതിൽ 3 പുള്ളിയിലോടത്ത് ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് സൈൻ ഇൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഏതൊരു ഇമെയിലും അടിക്കാം, പഴയത് തന്നെ ആവണമെന്നില്ല. നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇമെയിൽ അടിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ഞാൻ ഡീഫാൾട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുകയാണ്. ഇമെയിൽ ഫുൾ അടിക്കണമെന്നില്ല, യൂസർ നെയിം മാത്രം അടിച്ചാൽ മതി. അതിനുശേഷം നമ്മളിവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് പാസ്വേഡ് കാണിച്ചു തരുന്നില്ല, പക്ഷേ നിങ്ങളെ ഇമെയിലിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ബാക്ക് വരണമെന്നില്ല. ഇതൊരു ടാബ് കംപ്ലീറ്റ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കുക. അത് റീസ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ സ്കിപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ വന്നതിനത് അതേ ഒരു ഓപ്ഷനിൽ തന്നെ തുടരുക. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് അക്കൗണ്ട് ആഡഡ് എന്ന് ഇവിടെ കാണാൻ പറ്റും. നേരത്തെ നമുക്ക് എന്ത് ചെയ്തില്ല, ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നമ്മൾ നോട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുക. നോ താങ്ക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ലോഞ്ചർ 3 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾവേസിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടാബ് സക്സസ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. പക്ഷേ ഇതിനി ഓഫാക്കി ഓൺ ആക്കിയാലൊന്നും നമുക്കൊരു പ്രശ്നം വരില്ല. പക്ഷേ നമ്മളിതിൽ സെറ്റിങ്സിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മളിതിലേക്ക് വീണ്ടും സെറ്റിങ്സിലേക്ക് തന്നെ പോയിട്ട് ഇതൊന്നും കൂടി റീസെറ്റ് തീർക്കേണ്ടതുണ്ട്.
അതുകൊണ്ട് നമ്മൾ സിസ്റ്റത്തിൽ പോവുക. സിസ്റ്റത്തിൽ പോയിട്ട് ഇവിടെ നമുക്ക് റീസെറ്റ് ഓപ്ഷൻ എന്നുള്ളത് കാണും. ഇതിൽ ഏറ്റവും താഴെയുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ റീസെറ്റ് ഫോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫോൺ കംപ്ലീറ്റ് റീസ്റ്റാർട്ട് ആവും. അതായത് ഫോർമാറ്റ് വീണ്ടും ആവും. അതിന് ശേഷം നമ്മളോട് ഇമെയിലും പാസ്വേഡും ചോദിക്കില്ല. എല്ലാവർക്കും നന്ദി. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.